ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാകത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പടമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ഉള്ള ഒരു പടമാണിത്. 2014 പുറത്തിറങ്ങിയ ജയിൽ ബേറ്റ് എന്നൊരു പടമാണിത്. സാറ മറക്കോൾ ലെയ്ൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയാണ് സാറ. സാറയുടെ സൗന്ദര്യം ഈ സിനിമ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നാനിക്സ് എന്നൊരു കഥാപാത്രത്തിനെയാണ് സാറ അവതരിപ്പിക്കുന്നത്. ബോളിവുഡ് നടി ദിഷ പട്ടാണിയുടെ ഒരു ലുക്ക് കൊണ്ട് നടിക്ക്. സിനിമയുടെ തുടക്കത്തിൽ അവളുടെ സ്റ്റെപ്പ് ഫാദർ അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ പീഡന ശ്രമത്തിൽ സാറയുടെ സ്റ്റെപ്പ് ഫാദർ കൊല്ലപ്പെടുന്നു. അങ്ങനെ സാറ ജയിലിലാകുന്നു. സ്ത്രീകൾ മാത്രമുള്ള ജയിലിലേക്കാണ് സാറയെ അയക്കുന്നത്. എന്നാൽ അവിടെയുള്ളത് തൻ്റെ രണ്ടാനച്ഛനേക്കാരും കാമമൂത്തവരാണ് ഉള്ളതെന്ന് സാറ മനസ്സിലാക്കുന്നു. അതിൽ ജയിൽ വാർഡന്മാരും അന്തേവാസികളും ഉൾപ്പെടുന്നു. അവിടെ നിന്നും ആന അനുഭവിക്കുന്ന പീഡനങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ജയിലിൽ 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു, വൈറ്റ് ഗ്രൂപ്പും ബ്ലാക്ക് ഗ്രൂപ്പും. വൈറ്റ് ഗ്രൂപ്പിൻ്റെ ലീഡർ കോടി എന്നൊരു യുവതിയാണ്. ബ്ലാക്ക് ഗ്രൂപ്പിൻ്റേത് ജൂലി എന്നൊരു യുവതിയും. ജയിലിൽ ആനയുടെ കൂടെ ഉണ്ടായിരുന്നത് ജെന്നി എന്നൊരു യുവതിയായിരുന്നു. ജെന്നി അങ്ങനെ ആരുമായിട്ടും മിണ്ടാറില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജെന്നി ആനയെ നോക്കി കിടക്കയിൽ കിടന്നുകൊണ്ട് കൈപ്രയോഗം ചെയ്യുന്നു. അത് ആന കാണുവാൻ ഇടയാവുന്നു. പുറത്തേക്കിറങ്ങിയ ആനയെ കോടി കാണുന്നു. ആന തൻ്റെ ഗ്രൂപ്പിൽ ചേരണമെന്ന് കോടി ക്ഷണിക്കുന്നു. എന്നാൽ തനിക്കൊരു ഗ്രൂപ്പിലും ചേരേണ്ടെന്ന് പറഞ്ഞ് ആന പിന്മാറുന്നു. അത് കോടിക്ക് വളരെയധികം അപമാനമുണ്ടാക്കി. ആനയെ കോടിയും ഗ്രൂപ്പും ചേർന്ന് പീഡിപ്പിക്കുന്നു. പരിക്കേറ്റ ആനയെ ജയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആരാണ് ആനയോട് ഇങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർ തിരക്കുന്നു. സെല്ലിലെ ലൈറ്റ് ഓഫ് ആയിരുന്നുവെന്നും അതിനാൽ ആരാണ് തന്നോടിങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നും ആന ഡോക്ടറോട് മറുപടി പറയുന്നു. അതിനുശേഷം ആനയെ ജയിൽ വാർഡൻ വിളിപ്പിക്കുന്നു. ആനയെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവിടുത്തെ ജയിൽ വാർഡൻ പറയുന്നു. അതിന് തനിക്ക് പ്രത്യുപകാരമായി ആനയുമായി രമിക്കണമെന്ന് ജയിൽ വാർഡൻ പറയുന്നു. ആന ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. സെല്ലിൽ എത്തിയ ആന വാവിട്ട് കരയുന്നു. അത് കാണുന്ന ജെന്നി അവളെ ചുംബിക്കുന്നു. അതിനുശേഷം അവർ 2 പേരും പരിപാടികൾ അവിടെ നടത്തുന്നു. പിന്നീട് ജോയ് എന്ന ഗ്രൂപ്പ് ബിയുടെ ലീഡർ അവളെ കാണുന്നു. അവളും അന്നയെ പീഡിപ്പിക്കുന്നു. അതോടുകൂടി അന്നയ്ക്ക് മനസ്സിലാകുന്നു ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരണമെന്ന്. അങ്ങനെ അന്ന കോടിയുടെ ഗ്രൂപ്പിൽ ചേരുന്നു. അതിനുശേഷം കോടി ആനയോട് ജോയെ തിരിച്ച് തല്ലുവാൻ പറയുന്നു. ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് കോടി പറയുന്നു. അങ്ങനെ ആന ജോയിയെ തല്ലുന്നു. കോടി ഇതെല്ലാം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവർ ആനയെ നഗ്നയാക്കി ഇരുണ്ട ഒരു സെല്ലിൽ കൊണ്ടിടുന്നു. അവൾ പേടിച്ചു പോകുന്നു. അതിനുശേഷം വാർഡൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആനയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി ആന താനുമായി പരിപാടി നടത്തണമെന്ന് പറയുന്നു. ഒരു വഴിയുമില്ലാതെ ആന അതിന് സമ്മതിക്കുന്നു. വളരെയധികം സുന്ദരിയാണ് ആന. ഈ സിനിമയിൽ ആനയും കോടിയും ആയിട്ടുള്ള അടിപൊളി പരിപാടികൾ കാണിക്കുന്നു. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടിയാണ് ഇത് കാണിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ സീനാണ്. തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണിത്. അതിനാൽ തുണ്ടുപടം തപ്പിപ്പോകുന്നവർ ഒരിക്കലും ഈ പടം മിസ് ചെയ്യരുത്. രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പടമാണ്. ഒരിക്കലും ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പാടില്ലാത്ത ഒരു പടമാണിത്. 1972 പുറത്തിറങ്ങിയ വാട്ട് ദ പീപ്പർ സോ ആണിത്. ബ്രിറ്റ് എക്ലൻഡ് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. എലിസി എന്നൊരു കഥാപാത്രത്തിനെയാണ് ബ്രിറ്റ് എക്ലൻഡ് അവതരിപ്പിക്കുന്നത്. നല്ലൊരു അടിപൊളി ചരക്കാണ് എലിസി.
അവൾ മാർക്കസ് എന്നൊരു പയ്യൻ്റെ രണ്ടാനമ്മയായിട്ട് വരുമ്പോഴാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു അടിപൊളി ചരക്ക് രണ്ടാനമ്മ ആയിട്ട് വരുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തൊക്കെ അവിടെ സംഭവിച്ച് കാണുമെന്ന്. ഒരു വികൃതി പയ്യനായിരുന്നു മാർക്കസ്. ഈ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം മാർക്കസ് എങ്ങനെയൊക്കെ എലീസയെ ഉപയോഗിച്ചുവെന്ന്. തന്നേക്കാൾ 10 വയസ്സ് മൂത്ത എലീസയെ എങ്ങനെയൊക്കെ സുഖിപ്പിക്കണമെന്ന് മാർക്കസിന് അറിയാമായിരുന്നു. അതവൻ വളരെ മനോഹരമായി ചെയ്യുന്നു. സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ എലീസി ഫോൺ ചെയ്യുമ്പോൾ മാർക്കസ് നടത്തുന്ന ചില പരിപാടികളാണ്. ആദ്യമൊക്കെ എലീസിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് അവൾ മാർക്കസിൻ്റെ പരിപാടിയിൽ വീഴുന്നു. ഇതൊരു നല്ലൊരു അടിപൊളി കളിപ്പടമാണ്. എലീസ തൻ്റെ ഭർത്താവായ പോളുമായി നടത്തുന്ന ചില പരിപാടികളും ഇതിലുണ്ട്. വിദേശത്തായിരുന്ന പോൾ ആക്രാന്തം മൂത്ത് വീട്ടിലോട്ട് വരുന്ന വഴി എലീസയെ കാറിലിട്ട് പണിയുന്നു. ഈ സമയം മകനായ പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് അവർ ആക്സിഡൻ്റ് ഉണ്ടാകാതെ വീട്ടിൽ എത്തുന്നത്. ഈ സിനിമയിലെ മറ്റൊരു പൊളിസീൻ മാർക്കസ് തൻ്റെ രണ്ടാനമ്മയായ എലീസയെ ബലം പ്രയോഗിച്ച് തുണി അഴിപ്പിക്കുന്നതാണ്. ആദ്യ ഭാര്യയുടെ മരണത്തിൽ സംശയം തോന്നിയ എലീസി അവർ എങ്ങനെ മരിച്ചതെന്ന് മാർക്കസിനോട് ചോദിക്കുന്നു. അത് പറയണമെങ്കിൽ എലീസിയെ പൂർണ്ണ നഗ്നതയായി കാണണമെന്ന് മാർക്കസ് പറയുന്നു. അവസാനം ഒരു രക്ഷയുമില്ലാതെ എലീസ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുവാൻ തുടങ്ങുന്നു. ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഈ പടത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഈ സിനിമ കാണുന്ന പ്രേക്ഷകർ ആ ടെലിഫോണിൻ്റെ രംഗത്തോടുകൂടി ആവേശഭരിതർ ആകുമെന്ന് തീർച്ച. ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ചില രംഗങ്ങൾ ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. മൂന്നാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു പടമാണ്. 2005 പുറത്തിറങ്ങിയ 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണിത്. ഡക്കോത്ത ജോൺസൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു അടിപൊളി പടമാണിത്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പടം. നല്ല അടിപൊളി കളികൾ ഈ സിനിമയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. അനസ്തേഷ്യ എന്നൊരു കഥാപാത്രത്തിനെയാണ് ഡക്കോത്ത ജോൺസൺ അഭിനയിക്കുന്നത്. കഥാനായകനായ ക്രിസ്റ്റ്യൻ ഗ്രേ വലിയൊരു കോടീശ്വരനാണ്. ഗ്രേ എന്ന കമ്പനിയുടെ മുതലാളിയാണ് അവൻ. അവൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഥാനായികയായ അനസ്തേഷ്യ വരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉടലെടുക്കുന്നു. അനസ്തേഷ്യ വളരെയധികം സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന കഥാനായകൻ അവളെ അവൻ്റെ കളിമുറിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനായി അവളെ അവൻ്റെ ലൈംഗിക അടിമയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് അവനോട് പ്രണയമായിരുന്നു. കഥാനായകനുമായി പരിപാടി നടത്തുവാൻ വേണ്ടി അവളെ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ പ്രേരിപ്പിക്കുന്നു. അതിനായി അവൾക്ക് അവൻ ധാരാളം വിലയേറിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അവളെ സ്വന്തം പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ വരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവസാനം അവൾ അതിൽ ഒപ്പുവെക്കുന്നു. അങ്ങനെ കഥാനായകൻ അവനെ അവൻ്റെ കളിമുറിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. വളരെയധികം എക്യുപ്മെൻറ്റ്സ് നിറഞ്ഞതായിരുന്നു അവൻ്റെ കളിമുറി. അതെല്ലാം കണ്ട് അനസ്തേഷ്യ എന്ന നമ്മുടെ കഥാനായിക അന്തം വിട്ടു നിൽക്കുന്നു. പരിപാടി തുടങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ എന്തിലാണ് ചെന്ന് തലവെച്ചതെന്ന്. ഈ പരിപാടി തനിക്ക് വേദന മാത്രമേ ഉണ്ടാക്കുകയുള്ളൂവെന്നും തനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലെന്നും അവൾ മനസ്സിലാക്കുന്നു. അവൾ തിരിച്ചൊന്ന് കിസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കഥാനായകനായ ക്രിസ്റ്റ്യൻ ഗ്രേ ഒഴിഞ്ഞു മാറുന്നു. ഒന്നിച്ചു കൂടെ കിടക്കുവാനുള്ള അനുവാദം പോലും അവൾക്കില്ലായിരുന്നു. ഇതെല്ലാം അവളെ വളരെയധികം വേദനിപ്പിച്ചു. പതിയെ അവൾ ഈ പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ തുടങ്ങുന്നു. അത് അവന് മിസ്സിങ് ഉണ്ടാക്കുന്നു. അങ്ങനെ കഥാനായകൻ പതിയെ അവളുമായി സ്നേഹത്തിലാകുന്നു. ഈ സിനിമയിലുടനീളം അവരുമായുള്ള കളികളാണ്. ലിഫ്റ്റിലുള്ള ചില പരിപാടികളാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഈ സിനിമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. അതും നല്ല കളിപ്പടങ്ങളാണ്. ഡക്കോത്ത ജോൺസൻ്റെ സൗന്ദര്യം സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊരു അഡൾട്ട് റൊമാൻറ്റിക് ടൈപ്പ് പടമാണ്. അതുകൊണ്ട് തന്നെ പ്രണയസല്ലാപങ്ങൾ പല രീതിയിലും പരിണമിക്കുന്നത് നമുക്ക് ഈ സിനിമയിൽ കാണാം. തുണ്ടുപടങ്ങൾ തപ്പി നടക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണിത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൊളിപ്പടമാണ്. പഴയ കാലത്ത് ഈ പടം റിലീസായതെങ്കിലും ഈ പടം തരുന്ന സുഖം ഇപ്പോൾ റിലീസാകുന്ന ഒരു പടത്തിനും തരുവാൻ സാധിക്കുകയില്ല. 1979 റിലീസായ കാലിഗുല ആണ് ഈ പടം. കാലിഗുല എന്ന ചക്രവർത്തിയുടെ കഥ പറയുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. മാൽക്കം മക്ഡോവൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല പെണ്ണുങ്ങളുടെ നഗ്നതാ പ്രദർശനമുണ്ട്. പുതിയതായി ഇറങ്ങുന്ന ഒരു ചിത്രത്തിനെ എടുത്തു വെച്ചാലും ഈ ചിത്രത്തിൻ്റെ തട്ട് താണ് തന്നെയാണ് ഇരിക്കുന്നത്. കാലിഗുല എന്ന ചക്രവർത്തിയുടെ പട്ടാഭിഷേകവും അതിനുശേഷം ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളുമാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. നല്ലൊരു ഇറോട്ടിക് ഫാൻറ്റസി ചിത്രമാണിത്. എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ വടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത്. ചിത്രത്തിലുടനീളം കാലിഗുല പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിൽ അവൻ്റെ സഹോദരിയായ സീസിയോനെയും ഉൾപ്പെടുന്നു.
കളിമൂത്ത് അവസാനം കാലിഗുല അവൻ്റെ കൊട്ടാരം ഒരു കളിവീടാക്കി മാറ്റുന്നു. വളരെ ക്ഷിപ്രകോപിയും കാമഭ്രാന്തനും ബുദ്ധിഹീനനുമായിരുന്നു നമ്മുടെ കഥാനായകൻ. സൈനിക മേധാവിയുടെ ഭാര്യയെ കളിച്ച് അവനുമായി തന്നെ കഥാനായകൻ ശത്രുത ഉണ്ടാക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുവാൻ വേണ്ടി മന്ത്രിമാരുടെ ഭാര്യമാരെ കളിക്കുവാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ കിടക്കുന്നു കാലിഗുലയുടെ വീരസാഹസ്യ കൃത്യങ്ങൾ. ഇറോട്ടിസം കൊണ്ടും കളികൾ കൊണ്ടും പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശപരരാക്കുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ഈ പടം പോകുമെന്ന് തീർച്ച. 2013 പുറത്തിറങ്ങിയ നിംഫോമാനിയാക് 1 ആണ് 5ാമത്തെ പടം. കളിയുടെ കാര്യത്തിൽ ഈ പടത്തെ വെല്ലാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അമ്മാതിരി ഒരു കളിപ്പടമാണിത്. ചാർലോട്ട് ഗ്രൈൻസ്ബർഗ് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ല അടിപൊളി ചരക്കാണ് ജോയ് എന്ന ചാർലോട്ട് ഗ്രൈൻസ്ബർഗ്. അവൾ ഒരു നിംഫോമാനിയാക്കാണ്. അതായത് ഒരാളിൽ മാത്രം സംതൃപ്തി കിട്ടാതെ പലരുമായി അവൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ അവൾ അവളുടെ 15ാമത്തെ വയസ്സ് തൊട്ട് ഓരോരുത്തരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു. അത് അവളുടെ ജീവിതം തന്നെ മാറിമറിക്കുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ പുതിയ തീരങ്ങൾ തേടിപ്പോകുന്നു. പ്രായം കുറഞ്ഞവർ തൊട്ട് പ്രായം കൂടിയവർ വരെയായി അവളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു. അതിനിടയിൽ അവൾക്ക് പ്രണയം ഉണ്ടാകുന്നു. പക്ഷേ അവൾക്ക് ഒരാളുമായി മാത്രം പറ്റില്ലായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതൊരു അടിപൊളി കളി പടമാണെന്ന്. ഇത് കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുന്ന ഒരു പടം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ പടം തീർച്ചയായും എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോളിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.